الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. على أمة سيدنا محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള ഉസ്താദ് അവറുകളെ, ബഹുമാനമുള്ള അധ്യക്ഷൻ, മറ്റ് ഉസ്താദുമാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതായ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും വളരെ നല്ലൊരു സദസ്സാണ് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഇതുപോലെ ഒരു സീറത്തുൽ നബി സമ്മേളനം ഒരുമിച്ച് കൂടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മഖ്ബൂലാകുന്ന ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലെയും ഇന്നുമായി ധാരാളം പ്രസംഗങ്ങൾ നാം ഏവരും കേട്ട് കഴിഞ്ഞവരാണ്. നമ്മുടെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണഭൂതരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ കുറേ പ്രസംഗങ്ങളിലായി നാം ഇവിടെ കേട്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്താണ്. ഇന്ന് ലോകത്ത് ഒരുപാട് സമ്മേളനങ്ങൾ, ഒരുപാട് മീറ്റിങ്ങുകൾ ഒക്കെ നടക്കുന്ന അവസരമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ ഒരു സമ്മേളനം എന്ന് പറയുന്നത് എന്തുകൊണ്ടും മഹത്തായ ഈ സീറത്തുൽ നബി സമ്മേളനം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു സമ്മേളനത്തിലേക്ക് അള്ളാഹു കൊണ്ടെത്തിച്ചതാണ്. അള്ളാഹുവാണ് നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്, ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലായിട്ട് വേണം നാം ഇവിടെ ഇരിക്കേണ്ടത്. നമുക്ക് വേറെ ഏതൊക്കെ പരിപാടികൾക്ക് പോകാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതൊക്കെ ജോലികളിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു സമ്മേളനത്തിലേക്ക്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഈ ഒരു വേദിയിലേക്ക് നമ്മളെ അല്ലാഹു കൊണ്ട് ഇരുത്തിയതാണ് എന്നുള്ളതായ ഉറച്ച ആ ഒരു ഈമാൻ നാം എവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അള്ളാഹുവാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഈ ഒരു സദസ്സിൽ അള്ളാഹുവാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്നെ അള്ളാഹു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അള്ളാഹു എന്നെ കേൾപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ചിന്തയിലൂടെ ആയിരിക്കണം നാം കടന്നു പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഈ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇബാദത്തായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫദ്കുറുല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിക്കും. നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ
അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം, അള്ളാഹുവിൻ്റെ സ്മരണയിലായി നിങ്ങൾ ഇരിക്കണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തുന്നത് അങ്ങനെയാണ്. ഓരോ നിമിഷവും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഓരോ ശ്വാസവും ഇത് അള്ളാഹുവാണ് എനിക്ക് നടത്തി തരുന്നത് എന്നുള്ളതായ ഈ ചിന്ത, ഓരോ പ്രവർത്തനങ്ങളിലും ഈ പ്രവൃത്തി എനിക്ക് ചെയ്യാനുള്ള ഖുവ്വത്ത് തന്നത് അള്ളാഹുവാണ് എന്നുള്ള ചിന്ത, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ച ഖിയാമം വ ഖുഊദൻ വ അലാ ജുനൂബിക്കും എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ സ്വഹാബത്തും അള്ളാഹുവിൻ്റെ ഔലിയാവും സൂഫിയാക്കളുമൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, അതുപോലെ ഉസ്താദുമാർ, നാം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അശ്രദ്ധരാണ്. നമ്മുടെ ഈ ഗഫലത്ത്, ഈ അശ്രദ്ധ നമുക്ക് എങ്ങനെയാണ് വന്നു ചേരുന്നത്? അതിനാണ് പിശാച് എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥമായ ശത്രു. ഈ പിശാച് നമ്മൾ മറ്റുള്ള ദുനിയവിയായ ചിന്തകൾ, ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നാം എന്ത് ചെയ്യണം? കുറേശ്ശെ മാറ്റി തട്ടി മാറ്റി അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു ദിക്റിന്റെ ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാമിന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന്റെ 13 വർഷക്കാലം, ആദ്യത്തെ 13 വർഷം ഈ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഈ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ, ആ ഈമാനെ കുറിച്ചാണ് സ്വഹാബത്തുൽ കിറാമിന് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നീടാണ് നമസ്കാരം പോലെയുള്ള മറ്റുള്ള അമാലുകളെ കുറിച്ച് ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നാം ഏവരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അത് നാം ഓരോരുത്തരും മുറുകെ പിടിക്കണം. ഇത്തരത്തിലുള്ള സീറത്ത് നബി സമ്മേളനങ്ങളൊക്കെ നമുക്ക് അതിനൊരു പ്രചോദനമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം ഉറങ്ങുന്ന അവസരത്തിലും അതുപോലെ തന്നെ ഉണർച്ചയിലായിരിക്കുമ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യ, ആ സുന്നത്ത് അത് നാം ഓരോരുത്തരും ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകും. നാം ഇവിടെ കിതാബുകളിലൊക്കെ അഖ്ലാഖ് പഠിക്കുന്നവരാണ്. അഖ്ലാഖിൽ നാം പഠിക്കുന്ന ഓരോ അദബുകളും ഓരോ ആദാബുകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്, സുന്നത്തുകളാണ്. നാം ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ തലപ്പാവ് ധരിച്ചുകൊണ്ടിരിക്കുന്നു, തല മറച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതുപോലെ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും, വസ്ത്രവിധാനമായിരുന്നാലും നമ്മുടെ ആഹാരം കഴിക്കലായിരുന്നാലും മലമൂത്ര വിസർജനമായിരുന്നാലും നമ്മളുടെ നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും ഉറക്കമാണെങ്കിലും എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ നാം മുറുകെ പിടിക്കണം. എങ്കിൽ മാത്രമേ ആ റസൂലുള്ളാഹിയെ നാം സ്നേഹിക്കുന്നവരാവുകയുള്ളൂ. റസൂലുള്ളാഹിയെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നാം അത് ജീവിതത്തിൽ പകർത്തുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയുടെ സുന്നത്തുകൾ അത് പരിപൂർണമായും പിൻപറ്റുന്നവരായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നമ്മളെ കാണിക്കപ്പെടും. റസൂലുള്ളാഹിന്റെ രൂപം നമ്മളെ ഓരോരുത്തരെയും കാണിക്കപ്പെടുന്ന അവസരത്തിൽ ഈ പുരുഷനാരാണ് എന്ന് ചോദിക്കുമ്പോൾ, മലക്കുകൾ ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിന് എന്നിലേക്ക് അയക്കപ്പെട്ട ദൂതരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, പ്രവാചകനാണ്, എന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന്
മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറുവാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.